പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓണക്കാലമാണ്. പൂക്കളിലും ഓണാഘോഷങ്ങളിലും വിഭവങ്ങളിലും അങ്ങനെ എല്ലാത്തിലും പല 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 വെറൈറ്റികളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു മാറ്റവും ഇല്ലാതെ കാണുന്നത് ആരെയാ? നമ്മുടെ മാവേലി അല്ലേ? അതിലൊരു വ്യത്യാസമായാലോ ഇത്തവണ. ഫോണിലൂടെ ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു AI മാവേലിയുടെ വിശേഷങ്ങൾ കാണാം. എന്താ നോക്കുന്നേ? ആരോടാ ചാറ്റിംഗ്? ഓണമൊക്കെ അല്ലേ, മാവേലിയോട് ഒന്ന് രണ്ട് പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചു. എന്താ സംശയമുണ്ടോ? പുരാണ കഥകളിലെ കുറ്റമറ്റ ഭരണാധികാരി. ഓണക്കാലത്ത് പ്രജകളെ കാണാൻ മഹാബലിയെ AI വഴി ചാറ്റ് ബോക്സിൽ എത്തിച്ചിരിക്കുകയാണ് ടെക്നോ പാർക്കിലെ സെഞ്ചുറി ടെക് എന്ന കമ്പനി. മലയാളികൾക്ക് നൊസ്റ്റാൾജിക് ഫീൽ നൽകിക്കൊണ്ട് കേരളത്തിന്റെ മാവേലിയോട് സംസാരിക്കാൻ ഒരവസരം, അതായിരുന്നു ലക്ഷ്യം. ഓണം വീണ്ടും വന്നെത്തി. ഇത്തവണ നമുക്ക് AI വഴി സംസാരിച്ചാലോ? രണ്ടു മാസം കൊണ്ട് 10 പേരടങ്ങുന്ന സംഘമാണ് AI മാവേലിയെ ഒരുക്കിയത്. AI മാവേലിക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഓണമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആസ് എ AI ടീം നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയേഷൻ വരുന്നത്. എന്തുകൊണ്ട് നമുക്ക് കേരളത്തിന്റെ മാവേലിനെ ഒന്നും കൂടി കേരളത്തിലേക്ക് AI വഴി എത്തിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു പരീക്ഷണാർത്ഥമാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ വളരെ എന്താ പറയുക, സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോൾ പറ്റിയിട്ടുണ്ട്. അജിഷ, അർഷാദ്, ഭാർഗവ്, ദിവ്യ എന്നിവരാണ് AI മാവേലിക്ക് പിന്നിലെ പ്രധാന അണിയറക്കാർ. മാവേലിയോട് സംസാരിക്കുന്നതിനോടൊപ്പം മെന്റൽ ഹെൽത്ത് ടിപ്സ് പോലുള്ള ഫീച്ചറുകൾ ഉൾപ്പെടുത്താനുള്ള പണിപ്പുരയിലാണിവർ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹ്യൂമൻ റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും എന്ത് വാല്യൂ അഡീഷൻ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് AI വഴി, ആ ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞ AIയുടെ വിജയം. ഞങ്ങളൊരു അടുത്തൊരു 5 years ഇതിന് നല്ലൊരു എന്താ പറയുക, ഒരു പ്രോഗ്രസ് തന്നെ കാണുന്നുണ്ട് AIക്ക്. സർവ്വമേഖലയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാഴുന്ന കാലത്ത് മാവേലിയും AI-യിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതും ചോദിക്കുന്നതിനൊക്കെയും ലാളിത്യവും നർമ്മവും കലർന്ന മറുപടികളിലൂടെ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.